ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ മേപ്പാടിയിലെ ബി നാസർ നമുക്കൊപ്പമുണ്ട്. ഈ പഞ്ചായത്തിലെ 3 വാർഡുകളാണ് പൂർണ്ണമായിട്ടും ഇല്ലാതായി പോയത്. ആ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ് ബി നാസർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബി നാസർ, ഇവരിൽ പലരും ആവശ്യപ്പെടുന്നത് ആ മേപ്പാടിയിൽ തന്നെയാണ് അവർക്ക് പലർക്കും തൊഴിലെടുക്കാൻ പോവേണ്ടത്. ഹാരിസൺസ് എസ്റ്റേറ്റിലടക്കം ചിലരെങ്കിലും കൂലി തൊഴിൽ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവരെ നമുക്ക് ആ പഞ്ചായത്തിനും അപ്പുറം മറ്റു പഞ്ചായത്തുകളിലേക്ക് കൊണ്ടുപോയാൽ സ്കൂളിൽ വരുന്നതിനടക്കം ബുദ്ധിമുട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ നാസർ ഇവരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു, ക്യാമ്പിലുള്ള മനുഷ്യരുമായി. അവരുടെ ഒരു മനസ്സിലിരിപ്പ് എന്താണെന്നാണ് നാസർ മനസ്സിലാക്കുന്നത്. അവരെങ്ങനെയൊക്കെയാണ്, ഏത് രീതിയിലാണ് ഈ വിഷയത്തെ ദുരന്തബാധിതരായ മനുഷ്യർ, അതിജീവിച്ച മനുഷ്യർ എങ്ങനെയാണ് അതിനെ താണ്ടാൻ പോകുന്നത്, എങ്ങനെയാണ് മറികടക്കാൻ പോകുന്നത്, അവരുടെ ആഗ്രഹം എന്താണ്? അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത്, അവർ ജനിച്ചു വളർന്ന നാടാണ് മേപ്പാടി. മേപ്പാടിയിലും മുണ്ടക്കായിലും ചൂരൽമലയിലും മട്ടുമലയിലും ജീവിച്ചിരുന്ന ആളുകളാണ്. അവരെ നമ്മൾ ഈ നാട്ടിൽ തന്നെ, അതായത് മേപ്പാടിയുടെ പരിസര പ്രദേശത്ത് തന്നെ താമസിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുതന്നെയാണ് ഞങ്ങൾ പഞ്ചായത്ത് മുൻകൈ എടുത്തത്. ഞങ്ങൾ അന്ന് മുതലുള്ള ഈ 29-ാം തീയതി മുതലുള്ള ഒരു ഓട്ടമാണ് അതിൻ്റെ പിന്നാലെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ മനുഷ്യരെ, ഇവിടെയുള്ളവരെ, മരണപ്പെട്ടവരെ, ഞങ്ങൾ മേപ്പാടി പഞ്ചായത്തിന് പൊതു ശ്മശാനം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് പൊതു ശ്മശാനമുള്ള വയനാട് ജില്ലയിലെ പല പല പഞ്ചായത്തുകളിലും വിളിച്ച് അവിടെ ഇവരെ മറവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ നാട്ടിൽ ജീവിച്ച് ഈ നാട്ടിൽ വളർന്ന ആളുകളെ നമ്മുടെ നാട്ടിൽ തന്നെ അവരെ, ബാക്കിയുള്ളവരെ തിരിച്ചറിയാൻ കഴിയാത്തവരെ മറവ് ചെയ്യാനുള്ള ഒരു ശ്മശാന ഭൂമി ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധം കൊണ്ട് തന്നെയാണ് HML ഭൂമിയുമായി സംസാരിച്ച് ഞങ്ങൾ എന്ത് ചെയ്ത് ആ ഭൂമി വാങ്ങി അവിടെയാണ് ഇന്ന് അവരെ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നാട്ടിൽ ജീവിച്ച ആളുകളെ ഈ നാട്ടിൽ തന്നെ, നേരത്തെ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ ഇത് എന്താണ്, ഇവിടെ തന്നെ, അതായത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് മേപ്പാടിയിൽ തന്നെ അവരെ ഒക്കെ പുനരധിവസിപ്പിക്കാനുള്ള ഇടം കണ്ടെത്തി അവരെ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ പുനരധിവസിപ്പിക്കണമെന്നാണ് പഞ്ചായത്തിലുള്ള ഞങ്ങളുടെ ആഗ്രഹവും അവരുടെ ഒരു ആഗ്രഹം. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ സാധ്യമാക്കേണ്ടതുണ്ട്. അങ്ങ് അവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ഉപജീവനമൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ നേരത്തെ മിനിസ്റ്ററോട് ആവശ്യപ്പെട്ട ഈ പോക്കറ്റ് മണി അടക്കമുള്ള കാര്യങ്ങൾ, അതൊരു പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് ബി നാസറിന് തോന്നുന്നുണ്ടോ? ഈ പുനരധിവാസത്തിന് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഇവരുടെ കയ്യിൽ ഒരു പൈസയില്ല. മാത്രമല്ല പലരും വലിയ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുമല്ല. ഉള്ളവർക്ക് തന്നെ പാസ്ബുക്ക് അടക്കമുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പലരുടെ കയ്യിൽ മൊബൈൽ ഫോൺ പോലും ഇല്ലാത്ത സാഹചര്യമുണ്ട്. ഇവരുടെ കയ്യിലൊരു ചെറിയൊരു തുക കൊടുക്കേണ്ടത് ആവശ്യമാണോ ഈ ഘട്ടത്തിൽ? നിർബന്ധമായിട്ടും ഒരു സാധനമില്ലാതെ പാതിരാത്രിയിൽ അവർ ഇറങ്ങി ഓടി അവിടെ ജീവിതം ബാക്കി മാത്രമുള്ള ആളുകളാണ് ഇവർ മുഴുവൻ. അവർക്കത് നിർബന്ധമാണ്. ഈ പ്രളയം ഇതായ വാർഡുകൾ 10, 11, 12 വാർഡുകളിലെ ആളുകൾ ഉടുതുണി, ഉടുതുണി മാത്രമായിട്ടാണ് അവർ പലരും വന്നിട്ടുള്ളത്. അതന്നെ ചളിയിൽ മുങ്ങിയിട്ടും ചളി നിറഞ്ഞ വസ്ത്രങ്ങളുമായിട്ടാണ് അവർ വന്നത്. അവരുടെ കൈകളിൽ വേറെ ഒന്നുമില്ല, അവരുടെ പൈസയില്ല, അവരുടെ നേരത്തെ അനുസാർ പറഞ്ഞ പോലെ അവരുടെ പോക്കറ്റ് ATM കാർഡില്ല, പാസ്ബുക്ക് ഇല്ല, അവരുടെ പേഴ്സിൽ ഒന്നുമില്ല. അപ്പോൾ അവർക്ക് അടിയന്തരമായിട്ട് അവർക്ക് ഈ പോക്കറ്റ് മണി കൊടുക്കണം തന്നെയാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത്. എത്രയാണ് എന്നുള്ളത് സർക്കാർ തീരുമാനിക്കുക. പക്ഷേ അവർക്ക് കൊടുക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം അവരുടെ കയ്യിൽ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ ഒരു സാധനവുമില്ലാതെ പുറത്തിറങ്ങി വന്നവരാണ് പാതിരാത്രിക്ക്. അതുകൊണ്ട് അവർക്കത് കൊടുക്കൽ നിർബന്ധമുള്ള കാര്യമാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒറ്റ കാര്യം കൂടി ബി നാസർ, ഈ 500 വീടുകൾ പഞ്ചായത്ത് കിട്ടാൻ സാധ്യതയുണ്ടോ? ശ്രീ ഷംസാദ് വരയ്ക്കാർ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അത്രയും വീടുകളൊക്കെ അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടാവുമോ? അല്ല, ഒഴിഞ്ഞു കൊടുക്കുന്ന വീടുകളല്ലേ. ഇപ്പോൾ താൽക്കാലിക താമസത്തിന് ഒഴിഞ്ഞു കിടക്കുന്ന അത്ര വീടുകളില്ല. അത് അവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഷംസാദ് പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, എവിടെയാണ് ഇടം കിട്ടുന്നത് നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് മേപ്പാടിയൊക്കെ കഴിഞ്ഞാൽ വൈത്തിരി അങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക. നമ്മൾ അവിടെ പുനരധിവാസം ഫിക്സഡായിട്ട് അവർ നിർത്തുന്ന സ്ഥലം മേപ്പാടി ആവണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.